ചന്ദ്ര എന്ന ചലച്ചിത്ര പരമ്പരയുടെ തുടക്കത്തെക്കുറിച്ചുള്ള വിവരണം വളരെ സമഗ്രവും കൃത്യവുമാണ്. മലയാള സിനിമയിലെ ഒരു പുതിയ ചുവടുവെപ്പിനെക്കുറിച്ചുള്ള ആശയം വ്യക്തമാക്കാൻ ഈ വിവരങ്ങൾ സഹായിക്കുന്നു. ലോക ചാപ്റ്റർ 1 ചന്ദ്ര സിനിമയുടെ വിശകലനം. നിങ്ങളുടെ വിശദീകരണത്തെ അടിസ്ഥാനമാക്കി സിനിമയുടെ പ്രധാന ഘടകങ്ങൾ താഴെ കൊടുക്കുന്നു. പ്രമേയവും കഥാപാത്രങ്ങളും. ചലച്ചിത്ര പരമ്പരയുടെ പേര് ലോക. ലോക അർത്ഥം പ്രപഞ്ചം, യൂണിവേഴ്സ്. ആദ്യ ചിത്രം ലോക. ചാപ്റ്റർ 1 ചന്ദ്ര. പ്രധാന കഥാപാത്രം ചന്ദ്ര. കല്യാണി പ്രിയദർശൻ. കള്ളിയങ്കാട്ട് നീലി, യക്ഷി എന്നീ സങ്കല്പങ്ങളെ അടിസ്ഥാനമാക്കി രക്തത്തോട് ഭ്രമമുള്ള സ്നേഹിക്കുന്നവരെ സംരക്ഷിക്കുന്ന ഒരു സൂപ്പർ ഹീറോയിൻ. സഹായ്, സണ്ണി, നസ്ലൻ ഉൾപ്പെടെയുള്ള സുഹൃത്തുക്കൾ. പ്രതിനായകൻ നാച്ചിയപ്പ, ശരത് സഭ. മനുഷ്യക്കടത്ത്, അവയവക്കടത്ത് എന്നിവ നടത്തുന്ന ക്രൂരനായ സംഘത്തലവൻ. സിനിമാറ്റിക് യൂണിവേഴ്സ് MCU മാതൃകയിൽ. ഈ ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതൊരു മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ ഹീറോ സിനിമാറ്റിക് യൂണിവേഴ്സ് തുടക്കമാണ് എന്നതാണ്. വേരുകൾ. കേരളത്തിലെ തനത് ഐതിഹ്യങ്ങൾ, നാടോടി കഥകൾ, ഫോക്ക് ടെയിൽസ് എന്നിവയിൽ നിന്നുള്ള കഥാപാത്രങ്ങളെ, ഉദാഹരണത്തിന് കദംബനാട്ട് കത്തനാർ, കള്ളിയങ്കാട്ട് നീലി, ആധുനിക സൂപ്പർ ഹീറോകളായി അവതരിപ്പിക്കുന്നു. തുടക്കം. ക്ലൈമാക്സിൽ ചന്ദ്രയുടെ യാത്ര തുടരുന്നു. യൂണിവേഴ്സിലെ മറ്റ് കഥാപാത്രങ്ങളായ ദുൽഖർ സൽമാൻ, ടൊവിനോ തോമസ് എന്നിവരുടെ സൂചനകൾ നൽകിക്കൊണ്ട് അടുത്ത സിനിമകൾക്കുള്ള വാതിൽ തുറക്കുന്നു. നിർമ്മാണവും സ്വീകാര്യതയും. നിർമ്മാണം വേഫെയർ ഫിലിംസ്, ദുൽഖർ സൽമാന്റെ ഉടമസ്ഥതയിൽ. സംവിധാനം ഡൊമിനിക് അരുൺ. വിജയം. വലിയ ബഡ്ജറ്റിലൊരുക്കിയ ഈ ചിത്രം മികച്ച ദൃശ്യാനുഭവവും ആക്ഷൻ. ചിത്രം തുടങ്ങുന്നത് തന്റെ ശരീരത്തിൽ മറിഞ്ഞിരിക്കുന്ന അമാനുഷിക കഴിവുകളോട് മല്ലിടുന്ന ചന്ദ്രയുടെ ജീവിതത്തിലൂടെയാണ്. രക്തത്തോട് തോന്നുന്ന അനിയന്ത്രിതമായ ആസക്തിയും സാധാരണ മനുഷ്യർക്കില്ലാത്ത ശക്തിയും അവളെ ഒരു സാധാരണ ജീവിതം നയിക്കുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തുന്നു. തന്റെ ഈ സ്വത്തും ഒരു ശാപമാണോ അതോ വരദാനമാണോ എന്ന ചിന്തയിൽ അവൾ വിഷമിക്കുന്നു. ഈ സമയത്താണ് ക്രൂരനും സ്വാധീനശക്തിയുമുള്ള വില്ലനായ നാച്ചിയപ്പയുടെ സംഘം നഗരത്തിൽ പിടിമുറുക്കുന്നത്. പണത്തിനും അധികാരത്തിനും വേണ്ടി എന്ത് ക്രൂരതയും ചെയ്യാൻ മടിക്കാത്ത നാച്ചിയപ്പ നിസ്സഹായരായ മനുഷ്യരെ തട്ടിക്കൊണ്ടുപോയി അവയവക്കടത്ത് നടത്തുന്നു. ചന്ദ്രയുടെ സാധാരണ ജീവിതം തകരുന്നതും തന്റെ പ്രിയപ്പെട്ടവരെ നാച്ചിയപ്പയുടെ ക്രൂരത ബാധിക്കുന്നതും അവൾക്ക് കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല. ഇതോടെ ഒരു സാധാരണക്കാരിയായി ഒതുങ്ങിക്കൂടാനുള്ള അവളുടെ ശ്രമം പരാജയപ്പെടുന്നു. തന്റെ യക്ഷി സങ്കല്പത്തെ അടിസ്ഥാനമാക്കിയുള്ള ശക്തികൾ ഉപയോഗിച്ച് അവൾ തിന്മയ്ക്കെതിരെ പോരാടാൻ നിർബന്ധിതയാകുന്നു. ചന്ദ്രയും നാച്ചിയപ്പയും തമ്മിലുള്ള പോരാട്ടമാണ് പിന്നീട് കഥയുടെ കാതൽ. തന്റെ കഴിവുകൾ ഉപയോഗിച്ച് ചന്ദ്ര നാച്ചിയപ്പയുടെ സംഘങ്ങളെ ഒന്നൊന്നായി തകർക്കുന്നു. ക്ലൈമാക്സിൽ നടക്കുന്ന തീവ്രമായ ഒരു സംഘട്ടനത്തിനൊടുവിൽ അവൾ നാച്ചിയപ്പയെ പരാജയപ്പെടുത്തുന്നു. സിനിമാറ്റിക് യൂണിവേഴ്സ് കണക്ഷൻ. ലോക യൂണിവേഴ്സ്. വില്ലനെ പരാജയപ്പെടുത്തിയെങ്കിലും തന്റെ യഥാർത്ഥ സ്വത്വം പുറത്തു വന്നതിനാൽ ഒരു സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകാൻ ചന്ദ്രയ്ക്ക് കഴിയുന്നില്ല. തന്റെ കഴിവുകൾ ഇനി ലോകത്തിന് ആവശ്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ അവൾ സുഹൃത്തുക്കളോടും സണ്ണിയോടും വിട പറഞ്ഞ് സ്വന്തം പാത തേടി യാത്രയാകുന്നു. സിനിമയുടെ അവസാന ഭാഗങ്ങൾ ഈ യൂണിവേഴ്സിന്റെ ഭാവിയിലേക്കുള്ള വാതിൽ തുറക്കുന്നു. പുരാണങ്ങളിലെ ശക്തരായ മറ്റു മലയാള ഇതിഹാസ കഥാപാത്രങ്ങളായ കദംബനാട്ട് കത്തനാർ, കള്ളിയങ്കാട്ട് നീലി തുടങ്ങിയവരെക്കുറിച്ചുള്ള സൂചനകൾ നൽകുന്നു. ഈ സൂചനകൾ ഭാവിയിൽ കൂടുതൽ സൂപ്പർ ഹീറോ സിനിമകൾ ഈ ലോകത്തിന്റെ ഭാഗമായി വരുമെന്ന് ഉറപ്പു നൽകുന്നു. ചന്ദ്ര. ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രം വൻ വിജയമായതിനെ തുടർന്ന് സംവിധായകൻ ഡൊമിനിക് അരുൺ അടുത്ത ഭാഗത്തെക്കുറിച്ച് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ലോക ചാപ്റ്റർ 2 പ്രധാന കഥാപാത്രം. അടുത്ത ചിത്രം കേന്ദ്രീകരിക്കുന്നത് മലയാളം ഐതിഹ്യങ്ങളിലെ ചാത്തൻ, ചതാൻ സങ്കല്പത്തെ അടിസ്ഥാനമാക്കിയുള്ള കഥാപാത്രത്തിലാണ്. കഥാപാത്രത്തിന്റെ പേര് മൈക്കിൾ എന്ന ചാത്തൻ. മൈക്കിൾ അക്കെ ചതൻ. കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നടൻ ടൊവിനോ തോമസ് ആണ്. ചന്ദ്രയുടെ ക്ലൈമാക്സ് രംഗങ്ങളിലും മറ്റു ഭാഗങ്ങളിലും ടൊവിനോ തോമസ് അവതരിപ്പിച്ച ചാത്തൻ എന്ന കഥാപാത്രത്തെക്കുറിച്ചുള്ള സൂചനകളുണ്ടായിരുന്നു. ചിത്രത്തിന്റെ പ്രത്യേകതകൾ. 1. ചാത്തന്റെ കഥ, മൈക്കിൾ സ്റ്റോറി. ഈ രണ്ടാം ഭാഗം പൂർണ്ണമായും ടൊവിനോ തോമസിന്റെ കഥാപാത്രമായ മൈക്കിളിനെ കേന്ദ്രീകരിച്ചുള്ള ഒരു ഔട്ട് ആൻഡ് ഔട്ട് ചിത്രമായിരിക്കും. 2. വിവിധ ജോണറുകൾ. സംവിധായകന്റെ അഭിപ്രായത്തിൽ ചന്ദ്ര ഒരു സൂപ്പർ ഹീറോ ആക്ഷൻ സിനിമയായിരുന്നെങ്കിൽ അടുത്ത ഭാഗം ഇന്ദ്രജാലവും ഇല്യൂഷൻസ് കൗശലവും ട്രിക്കറി നിറഞ്ഞ ഒരു മാജിക്കൽ അനുഭവമായിരിക്കും. 3. സാഗയുടെ രൂപരേഖ. ലോകാഹ ഒരു 5 ഭാഗങ്ങളുള്ള 5 പാർട്ട് സാഗ സിനിമാ പരമ്പരയായിട്ടാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ആദ്യ ചിത്രം തുടങ്ങുന്നതിന് മുൻപേ തന്നെ 5 ഭാഗങ്ങളുടെയും കഥയുടെ രൂപരേഖ തയ്യാറാക്കിയിരുന്നു. 4. മറ്റ് കഥാപാത്രങ്ങൾ. ചന്ദ്രയുടെ കഥാപാത്രമായ കല്യാണി പ്രിയദർശനും വരും ഭാഗങ്ങളിൽ ഒരു പ്രധാന സാന്നിധ്യമായി ഉണ്ടാകും. 5. ചാപ്റ്റർ 3 മൂന്നാം അധ്യായം. ലോക ചാപ്റ്റർ 3 കദംബനാട്ട് കത്തനാർ സങ്കല്പത്തെ അടിസ്ഥാനമാക്കിയുള്ള കഥാപാത്രത്തിൽ കേന്ദ്രീകരിക്കുമെന്നും ആ കഥാപാത്രത്തെ ദുൽഖർ സൽമാൻ അവതരിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും